പുതിയ ലോക്സഭയുടെ ആദ്യ സമ്മേളനം ആരംഭിച്ചു. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിലുള്ള നന്ദിപ്രമേയ ചർച്ച നടക്കുന്നു. ഇന്നലെ ലോക്സഭയിൽ വർദ്ധിത വീര്യത്തോടെ എത്തിയ കൂടുതൽ എംപിമാരുമായി എത്തിയ പ്രതിപക്ഷ സഖ്യത്തിൻ്റെ കടന്നാക്രമണമാണ് മോദി സർക്കാരിന് നേരെ ഉണ്ടായത്. അതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പലരും ലൈവ് കണ്ടു കാണും. രാഹുൽ ഗാന്ധിയുടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള കന്നി പ്രസംഗമായിരുന്നു. കഴിഞ്ഞ ലോക്സഭയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനമില്ലായിരുന്നു. കോൺഗ്രസിന് അംഗസംഖ്യ കുറവായതുകൊണ്ട് കക്ഷി നേതാവെന്നല്ലാതെ പ്രതിപക്ഷ നേതാവ് ഇല്ലായിരുന്നു. പക്ഷേ ഇക്കുറി കോൺഗ്രസിൻ്റെ എംപിമാരുടെ എണ്ണം 100-നടുത്തെത്തിയപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനം രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചു. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കന്നി പ്രസംഗം ഒരു തീപ്പൊരി പ്രസംഗമായിരുന്നു. പലരെയും ആവേശം കൊള്ളിക്കുന്ന പ്രസംഗമായിരുന്നു. അതിനെതിരെ പ്രധാനമന്ത്രി ഇടപെട്ടു, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇടപെട്ടു, ഓം ബിർള ഇടപെട്ടു, സ്പീക്കർ ഓം ബിർള ഇടപെട്ടു. രാഹുൽ ചെയ്തത് ഹിന്ദുത്വ ഹിന്ദുയിസം എന്ന് പറയുന്നത് BJPയുടെ മാത്രം കുത്തകയല്ല. രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ശിവന്റെ ചിത്രം, പരമശിവന്റെ ചിത്രം എടുത്തു കാണിച്ചപ്പോൾ അതിനെതിരെയാണ് സ്പീക്കർ സംസാരിച്ചത്. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഓരോ പ്രസംഗത്തിലും ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് പ്രസംഗം അവസാനിപ്പിക്കുന്നതിൽ കുഴപ്പമില്ല. കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത്, പ്രചാരണ കാലത്ത് നമ്മൾ കണ്ടതാണ്. പക്ഷേ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ശിവന്റെ, ഹിന്ദു വിശ്വാസികൾ ആരാധിക്കുന്ന പരമശിവന്റെ ചിത്രം കാണിച്ചപ്പോൾ അത് പ്രശ്നമായി. ആ ചിത്രം കാണിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ ഹിന്ദു വിശ്വാസം എന്നൊക്കെ പറയുന്നത് BJPയുടെ കുത്തുകയൊന്നുമല്ല, ആ ഹിന്ദുത്വ പൊളിറ്റിക്കൽ അജണ്ട ഇവിടേക്ക് എടുക്കണ്ട, അല്ലാത്തവർക്കും ഹിന്ദുയിസത്തെ പറ്റി പറയാനും ഹിന്ദുത്വത്തെ പറ്റി പറയാനുള്ള അവകാശങ്ങളുണ്ട്, ന്യൂനപക്ഷങ്ങളുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്ത പ്രസംഗം. അതിന് ഇടയ്ക്ക് തടസ്സപ്പെടുത്തിയിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഹിന്ദു വിശ്വാസികളെ ആക്ഷേപിക്കുന്ന പ്രസംഗമാണ് രാഹുൽ നടത്തിയത് എന്നായിരുന്നു. അതിന് പിന്നാലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ എഴുന്നേറ്റിട്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കൂടുതൽ കാര്യങ്ങളോടെ സംസാരിച്ചത്. ഇന്നിപ്പോൾ പാർലമെന്റിൽ നരേന്ദ്രമോദി ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അതിന് മറുപടി കൊടുത്തു. അദ്ദേഹം പറഞ്ഞത് ഈ കുട്ടിത്തം നിറഞ്ഞ ചില പരാമർശങ്ങൾ ഇന്നലെ ഇവിടെ രാഹുൽ ഗാന്ധി നടത്തി. ചൈൽഡിഷ് ബിഹേവിയർ എന്നാണ് എൻ്റെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ. കുട്ടിത്തം വിട്ടുമാറാത്ത കുട്ടിയാണ് രാഹുൽ ഗാന്ധി എന്ന് വീണ്ടും കളിയാക്കിക്കൊണ്ടാണ് നരേന്ദ്രമോദി സംസാരിച്ചത്. സത്യം പറഞ്ഞാൽ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയും BJP നേതാവും ഇതുവരെയും ഒരു പാഠവും പഠിച്ചിട്ടില്ല, അനുഭവങ്ങളിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും പഠിച്ചിട്ടില്ല എന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കാണാൻ കഴിയുക. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്ന രാമക്ഷേത്രം ഉൾപ്പെടുന്ന അയോധ്യയിലെ ഫൈസാബാദിൽ നിന്ന് ജയിച്ചു വന്നത് പ്രതിപക്ഷത്തിൻ്റെ MP-യാണ്. സമാജ്വാദി പാർട്ടിയുടെ MP-യായ അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ച് നിർത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി തൊട്ടടുത്ത് നിർത്തിക്കൊണ്ടാണ് സംസാരിച്ചത്. BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയതെന്ന് പറയുന്നത് ഫൈസാബാദിൽ അയോധ്യയിൽ BJP തോറ്റതാണ്. പിന്നെ അമേഠിയിലും റായ്ബറേലിയിലും തോറ്റു. വാരാണസിയിൽ ഒരു ഘട്ടത്തിൽ വളരെ വോട്ടുകൾക്ക് പിന്നിലായിരുന്നു നരേന്ദ്രമോദി, പിന്നീടാണ് ജയിച്ചു വന്നത്. അപ്പോൾ BJPക്ക് അവർക്ക് കിട്ടിയ തെരഞ്ഞെടുപ്പിന്റെ തിരിച്ചടി ആഘാതം ഇതുവരെയും മായ്ക്കാൻ കഴിയുന്നില്ല. പകരം പ്രധാനമന്ത്രി മോദി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ജനങ്ങളുടെ മാൻഡേറ്റ് എന്താണ്? അത് നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കാനാണ്. ജനങ്ങൾ ഞങ്ങൾക്ക് മാൻഡേറ്റ് തന്നു, ഞങ്ങൾ ഭരണപക്ഷത്തിരിക്കുന്നു. പക്ഷെ മാൻഡേറ്റ് കുറഞ്ഞു പോയതോ കേവല ഭൂരിപക്ഷം BJPക്ക് കിട്ടാഞ്ഞതോ ഒന്നും വിഷയമല്ല. ജനങ്ങൾ തീരുമാനിച്ച് നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കണം, നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കണം, ഞങ്ങൾ ഇനിയും ഞങ്ങളുടേതായ രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകും എന്ന മെസ്സേജാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്നത്. അപ്പോൾ ഈ തിരിച്ചടികളിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനോ അല്ലെങ്കിൽ തൽക്കാലം അതിനെപ്പറ്റി ചർച്ച ചെയ്യാനോ BJP ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷെ BJP ഷോക്കിൽ തന്നെയാണ്. 400 സീറ്റ് കടക്കുമെന്ന് പറഞ്ഞ BJP NDA BJPക്ക് മാത്രമായി 370, പിന്നെ ഞങ്ങൾ ബാക്കിയെല്ലാം അങ്ങ് തിരുത്തി കളയും, എല്ലാം മാറ്റും, ഭരണഘടന മുഴുവൻ പൊളിച്ചടുക്കും എന്നൊക്കെ പറഞ്ഞിരുന്ന BJPക്ക് ജനങ്ങൾ കൊടുത്ത ശിക്ഷ
ഇതിനേക്കാൾ എത്രയോ വലുതാണ് പ്രതിപക്ഷത്തിന്റെ ഐക്യ മുന്നണിയിലെ ഇന്ത്യ ബ്ലോക്കിലെ ചില പ്രശ്നങ്ങൾ കാരണമാണ് സീറ്റുകൾ കുറഞ്ഞു പോയത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ ബ്ലോക്ക് അധികാരത്തിൽ വരേണ്ട സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. അതിന് ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രതിപക്ഷ സഖ്യത്തിലെ ചില വിള്ളലുകളും പ്രശ്നങ്ങളുമാണ് അതിന് കാരണമായത്. അപ്പോൾ മോദി സർക്കാരിനെതിരായ കൃത്യമായ മാൻഡേറ്റ് ആയിരുന്നു ഈ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ കാര്യത്തിൽ. ഇത് വിലയിരുത്തുന്ന ആർക്കും നിസ്സംശയം പറയാവുന്ന കാര്യമാണ്. പക്ഷെ BJPക്ക് ആ ജാള്യത മറച്ചു വെക്കേണ്ടതുണ്ട്. ഇനി അടുത്ത 5 കൊല്ലം കഴിഞ്ഞ് അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അതുവരെ എങ്ങനെ മുന്നോട്ട് പോകണം, അതുവരെ മോദി സർക്കാർ മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന് JDUവും TDPയും തീരുമാനിക്കും. BJPക്ക് സ്വയം തീരുമാനിക്കാൻ പോലും കഴിയാത്ത ഒരു പ്രധാനമന്ത്രി, വളരെ ദുർബലനായ ഒരു പ്രധാനമന്ത്രിയാണ് പാർലമെന്റിൽ ലോക്സഭയിൽ വീണ്ടും വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവും. കാരണം മോദി ദുർബലനായിരിക്കുന്നു, പക്ഷേ BJP നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് രാജ്യം ഭരിക്കുന്നു. അപ്പോൾ വരും ദിനങ്ങളിൽ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ എന്തൊക്കെയാകുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്തായാലും ഒരു കൃത്യമായ മെസ്സേജ് വന്നു കഴിഞ്ഞു. പ്രതിപക്ഷം വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. പ്രതിപക്ഷം ഈ ഗവൺമെന്റിനെ, മോദി 3ാം സർക്കാരിനെ വരപ്പിക്കും എന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് കാലാവധി പൂർത്തിയാക്കാതെ ഒരുപക്ഷെ പുറത്തു പോകേണ്ടുന്ന ഘട്ടങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ വരും ദിനങ്ങളിൽ, ഇമ്മീഡിയറ്റ് അല്ല, പെട്ടെന്നല്ല, അധികം വൈകാതെ ഒരു പാതി വഴി എത്തുമ്പോൾ അതിനുള്ളിൽ തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയങ്ങളില്ല.